ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേക്ക് വിത്ത് ഷിൻസി. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്, മാംഗോ സാഗോ ഡ്രിങ്ക്. അപ്പോൾ എന്തായാലും ഇപ്പോൾ മാങ്ങക്കാലമൊക്കെയാണ്, അതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും മാംഗോ ഉണ്ടാവും. എന്നാൽ അത് വെച്ചിട്ട് ഒരു അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ആദ്യം തന്നെ കുറച്ച് മാംഗോ പ്യൂരി വേണം. ഒന്നുമില്ല, ജസ്റ്റ് മാംഗോ പീൽ ചെയ്തതിന് ശേഷം മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക, പ്യൂരി റെഡിയാവും. പിന്നെ ഞാൻ കുറച്ച് ചവ്വരി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചവ്വരി കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം. പിന്നെ ഞാൻ ആവശ്യത്തിന് ഷുഗറും പാലും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് കുറച്ച് ക്യൂബാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോ ആണ്. അത് ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഞാൻ അതും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ലോ ഫ്ലെയിമിൽ ഒരു പാന് വെക്കുക. പാന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാല് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ പാല് ചൂടായി കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഷുഗറിന് പകരം മിൽക്ക് മെയ്ഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഷുഗർ നല്ലപോലെ മെൽറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ചവ്വരിയാണ്. അപ്പോൾ ചവ്വരി കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ഇതുപോലെ കട്ടിയാവും. ഒന്നെങ്കിൽ ഉണ്ടാക്കി ഉടനെ തന്നെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചവ്വരിയും പാലും ഞാൻ നല്ലപോലെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏലക്കാപ്പൊടി കൂടി ചേർത്ത പിന്നെ പായസത്തിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവറാണ്. എന്തായാലും പൊടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ നമ്മളുടെ മിക്സ് റെഡിയായി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാംഗോ പ്യൂരിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ ചില്ല് ചെയ്തെടുക്കുക. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം മിക്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ റെഡി ആവുന്നതാണ്. ഇനി ഇതെന്തായാലും ഒന്ന് സെർവ് ചെയ്തെടുക്കാം. മാംഗോ സാഗോ ഡ്രിങ്ക് ഞാൻ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ചെറിയ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്യൂബാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും അതുപോലെ തന്നെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബദാമുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോ ഒന്ന് ചില്ല് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണിത്. അത്യാവശ്യം തിക്ക് കൺസിസ്റ്റൻസി തന്നെയാണ്. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ക്യൂബ്സ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കി നോക്കാൻ. മാംഗോ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ മാങ്ങ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും സജഷൻസും ഒക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയി കിട്ടുന്നതാണ്. താങ്ക്